ഞാനൊരു ദൂതന് എല്ലാരെയും ഒരേ തട്ടിക്കൂട്ടരുത്. നീ പോകേണ്ട റൂട്ട് വ്യത്യസ്തമാ. ഇന്ന് എന്നോട് ദൈവാത്മാവ് പറയുക, നിന്റെ എതിരാളിക്ക് അസൂയ വരത്തക്കവണ്ണം ഒരു ദൈവാനുഗ്രഹം. എനിക്കറിയാം, ഈ ദൂത് വിവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ ഒന്നുമില്ലാത്തവനാക്കി മാറ്റി ആ ബന്ധനം ഇന്നത്തെ ആരാധന പൊട്ടണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്നും ദാരിദ്ര്യാവസ്ഥ, എന്നും ഗതികേട്, എന്നും പരാജയം, ആ അവസ്ഥയെ ദൈവം ഇന്ന് ബ്രേക്ക് ചെയ്യട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലെ ഒരു വാക്യം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളാണ് നമ്മൾ വായിച്ച് കേൾക്കുവാൻ പോകുന്നത്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടിരുന്ന വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. മതി. അബ്രഹാമിനോട് സർവശക്തനായ ദൈവം അരുളി ചെയ്ത കാര്യം, സ്തോത്രം, ഇവിടെ എബ്രായ ലേഖന കർത്താവ് എടുത്ത് വിവരിക്കുന്ന ഭാഗമാണ് നമുക്കിവിടെ പഠിക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ വാക്യത്തിനകത്ത് 2 സന്ദേശങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഒന്നാമത്തെ സന്ദേശം, ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്യുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. 2, ദൈവം അരുളി ചെയ്യുക, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. 3, അബ്രഹാം ദീർഘക്ഷമയോടിരുന്ന് അനുഗ്രഹിക്കുമെന്നും വർദ്ധിപ്പിക്കുമെന്നും പറഞ്ഞ വാഗ്ദത്തം പ്രാപിച്ചു. ഇത്രയുമാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. സ്തോത്രം. അനുഗ്രഹത്തിന് 2 തലങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം ശ്രദ്ധിക്കണം. ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. 2 പറയുകയാണ്, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. അബ്രഹാം, ദൈവത്തിന് സ്തോത്രം, ദീർഘക്ഷമയോടിരുന്ന് ആ വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. അടുത്തിരിക്കുന്ന കൈ കൊടുത്തേച്ച് പറ, വാഗ്ദത്ത വിഷയം പ്രാപിക്കണം. ഇന്നിവിടുന്ന് പോകുന്നതിന് മുമ്പ് ചിലതൊക്കെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടേ നിങ്ങൾ എഴുന്നേറ്റ് പോകാവൂ. സ്തോത്രം. അതാണ് ഇന്ന് പ്രസംഗിക്കാൻ പോകുന്ന സന്ദേശം. ഈ ഒന്നാമത് പറഞ്ഞത്, അബ്രഹാമിനോട് പറഞ്ഞു, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അനുഗ്രഹത്തിന് 2 തലങ്ങളുണ്ട്. ഒന്നാമത്തെ തലം ആത്മീയ അനുഗ്രഹമാണ്. 2ാമത്തെ തലം സാമ്പത്തിക അനുഗ്രഹമാണ്. സ്തോത്രം. സാമ്പത്തിക അനുഗ്രഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, സ്തോത്രം, ചിലരുടെ ജീവിതം നമ്മൾ പഠിച്ചാൽ, സ്തോത്രം, വർഷങ്ങളായി എന്നും അവർക്ക് ദാരിദ്ര്യാവസ്ഥ മാത്രമേ ഉള്ളൂ. ചിലരെ പഠിച്ചാൽ ഒരു സാമ്പത്തിക നന്മ വരും, പെട്ടെന്ന് അതിഭയങ്കര ദാരിദ്ര്യ അവസ്ഥയിലേക്ക് അവർ കൊമ്പുകുത്തും. വേറെ ചിലര് അവരുടെ കാലത്തൊരു സാമ്പത്തിക നന്മ ഉണ്ടായില്ല, എന്നാൽ അവരുടെ തലമുറയുടെ കാലമായിട്ടും അതുണ്ടാകുന്നില്ല. സ്തോത്രം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പം നമുക്ക് സമ്പത്ത് വളരെ ആവശ്യമാണ്. ഈ പുതിയ ആത്മീയഗോളത്തിലൊരു പഠിപ്പിക്കലുണ്ട്, സമ്പത്ത് വർദ്ധിച്ചാൽ നമ്മൾ തെറ്റിപ്പോവുമെന്ന്. തെറ്റിപ്പോവോ? പോകത്തില്ല. അതൊക്കെ ചുമ്മാ വെറും ധാരണയാണ്. ദാരിദ്ര്യമില്ലാതെ ജീവിച്ചാൽ തന്നെ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് ഭയങ്കര പവർഫുൾ ആവും. വർഷങ്ങളായി ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ടും ദാരിദ്ര്യം മാറാത്തത് നിമിത്തം ഇന്ന് അവരുടെ തലമുറ പ്രേരണ പോലും വരുന്നില്ല. അമ്മ പ്രാർത്ഥിച്ചിട്ട് എന്തുവായി? അപ്പം പ്രാർത്ഥിച്ചിട്ട് എന്തുവായി? എന്നും ഞങ്ങൾക്ക് ഈ കടമേ ഉള്ളോ, എന്നും ഈ ദാരിദ്ര്യമേ ഉള്ളോ എന്നൊരു ചോദ്യം നിങ്ങളുടെ ചിലരുടെ ഉള്ളിൽ കിടക്കുമ്പോൾ ഇതിനകത്തുനിന്ന് എങ്ങനെ വിടുതൽ പ്രാപിക്കാമെന്ന ഇന്നത്തെ ധ്യാനം. ബൈബിൾ പഠിപ്പിക്കുന്നൊരു കാര്യം, ദൈവത്തിന് മുഖപക്ഷം ഇല്ല. ചിലരെ അനുഗ്രഹിക്കുന്നു, ചിലരെ അനുഗ്രഹിക്കുന്നില്ല.
ദൈവത്തിന് മുഖപക്ഷം ഇല്ല എന്ന് പറയുമ്പം സ്തോത്രം എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഇപ്പം വചനം ധ്യാനിച്ചു പോകുമ്പം ചിലരുടെ കുറവുകളൊക്കെ വെളിപ്പെടാം, തടസ്സങ്ങൾ വെളിപ്പെടാം, പ്രതിസന്ധികൾ വെളിപ്പെടാം. കുറവാണെങ്കിൽ ഏറ്റുപറയണം, തടസ്സമാണെ പൊട്ടിമാറണം, പോരാട്ടമാണെ അഴിഞ്ഞു മാറണം. തമ്പുരാന്റെ അനുഗ്രഹത്തിൻ്റെ ഫ്ലോ നിന്റെ മേലോട്ട് ഇന്ന് ഒഴുകി ഇറങ്ങണം. അത് മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ പ്രതീക്ഷയോടെ ഇരിക്കണം. പരിശുദ്ധാത്മാവ് വചനം ആരംഭിക്കാൻ പോവാം. ദൈവത്തിന് സ്തോത്രം. അപ്പം സമ്പത്തിൻ്റെ മുഴുവൻ സ്രോതസ് ദൈവമാണ്. എല്ലാ സമ്പത്തിൻ്റെ ഉറവിടം ആരാ? കർത്താവാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നമുക്ക് ലഭിക്കുന്ന എല്ലാ സമ്പത്തും ആരാ തരുന്നേ? ഒന്ന് ഉറക്കെ പറ, ഒന്ന് കൈ ഉയർത്തി പറ, ദൈവമാണ് എനിക്ക് സമ്പത്ത് തരുന്നതെന്ന് പറ. ഉറപ്പുള്ളവരെ പറയാവൂ. അനിപ്പാർഷ പറഞ്ഞെന്ന് വിചാരിച്ച് കൈവൊക്കെയൊന്നും പറയരുത്. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ദൈവമാണ് നമുക്ക് സമ്പത്ത് തരുന്നത്? നിനക്ക് എത്ര വലിയ വിദ്യാഭ്യാസമുണ്ടെങ്കിലും എത്ര വലിയ കഴിവുണ്ടെങ്കിലും നിനക്ക് സമ്പത്ത് തരുന്നത് ദൈവമാണ്. സ്തോത്രം. ഞാൻ ഈ വചനധ്യാനത്തിലേക്ക് കൊണ്ടുവരിക. ബൈബിളിലെ ഒരു വെളിപ്പാട് നമുക്ക് വായിക്കാം. സദൃശ്യവാക്യം വളരെ പരിചിതമായ വാക്യമാണ്. 10-ാം അധ്യായം 22-ാമത്തെ വാക്യം. പ്രൊവേഴ്സ് ചാപ്റ്റർ 10 വേഴ്സ് 22. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുക, ഈ സമ്പത്ത് ഒരുത്തന്റെ മേൽ വരുന്നത് യഹോവയുടെ അനുഗ്രഹത്താലാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. അപ്പം കടമുള്ളവർ, ദാരിദ്ര്യമുള്ളവർ, ഒരു ഇച്ചിരി സമ്പത്തുണ്ടായച്ച് ഒരു പരിപാടി തുടങ്ങി അത് കൊമ്പ് കുത്തിയവർ, കടബാധ്യതയുള്ളവർ, ജപ്തിയുള്ളവർ, ഞെരുക്കമുള്ളവർ പറയണം, ഇന്നൊരനുഗ്രഹം എൻ്റെ മേൽ വരണം. എന്തോ വരണം? എന്തോ വരണം? ഒന്ന് ഉറക്കെ പറഞ്ഞ, എന്തോ വരണം? ഒരനുഗ്രഹം നിന്റെ മേൽ വരണം. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നിന്റെ വീടിനെ നോക്കി ജീസസ് ഇവൻ്റെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞ ആൾക്കാർ അല്പ ദിവസം കഴിയുമ്പോൾ ഇവൻ്റെ അവസ്ഥ എങ്ങനെ ഇങ്ങനെ മാറിയെന്ന് ചോദിക്കുന്ന അന്തരീക്ഷം ഉണ്ടാകണം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് ദൈവാത്മാവ് ദൂത് പറയുക, പുതിയ വർഷത്തിൻ്റെ ആരംഭം നീ ആഗ്രഹിക്കാത്ത പലതും നിന്റെ അടുക്കൽ എത്താൻ പോവാ. നീ പ്രാർത്ഥിക്കാത്ത പലതും നിന്റെ അടുക്കൽ വരാൻ പോവാ. അതിൻ്റെ കാരണം എന്താണ്? ഇന്ന് തടസ്സങ്ങളെ ദൈവം പൊട്ടിച്ചു കളയും. സ്തോത്രം. നിങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞിട്ടായാലും നിങ്ങളുടെ ഒരു സ്നേഹിതന് എന്നും ദാരിദ്ര്യാവസ്ഥയിലാണ് കിടക്കുന്നതെങ്കിൽ ഈ മെസ്സേജിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ദൈവമക്കളുടെ മേൽ സമ്പത്ത് വന്നാൽ അത് ദൈവവേലയ്ക്ക് പ്രയോജനമാകും. നിങ്ങളുടെ പൈസ കൊണ്ട് നിങ്ങളുടെ ദേശത്തൊരു കൺവെൻഷൻ നടത്തത്തില്ലയോ? പറ. നിങ്ങളുടെ പൈസ കൊണ്ട് നിങ്ങളൊരു സഭാ ഹോള് പണിത് കൊടുക്കത്തില്ലയോ? പറ. കൊടുക്കുവോ? സ്തോത്രം. കൊടുക്കും. സ്തോത്രം. ഇതൊക്കെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. പിശാചിനറിയാം നിന്റെ ഈ സമ്പത്ത് വന്നാൽ നീ പലതും ചെയ്യും. അതുകൊണ്ട് നിന്റെ കയ്യിൽ തമ്പുരാൻ തരാൻ അനുവദിച്ചത് എവിടൊക്കെയോ തടയപ്പെട്ട് കിടക്കുകയാ. ഇന്ന് ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇരുവായ്ത്തലയുള്ള ദൈവവചനമെന്ന വാള് ചിലടത്തൊക്കെ തുളച്ചു കയറാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നോക്കിയേ, പഠനം ആവശ്യമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം അനുഗ്രഹം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സദൃശ്യവാക്യം 10-ാം അധ്യായം 22-ാം വാക്യം. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. എങ്ങനെ സമ്പത്ത് ഉണ്ടാകുന്നേ? യഹോവയുടെ അനുഗ്രഹം. രാവിലെ തൊട്ട് രാത്രി വരെ 8 മണി തൊട്ട് 8 മണി വരെ ജോലി ചെയ്താൽ സമ്പത്ത് ഉണ്ടാകുമെന്നല്ല എന്ന് പറഞ്ഞ് ജോലി ചെയ്യേണ്ടെന്നുമല്ല. ഒരാമ്യം വരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. മടിയന്മാരെ സുവിശേഷ വേലയ്ക്കും കൊള്ളത്തില്ല, സ്തോത്രം, കമ്പനിക്കും കൊള്ളത്തില്ല. കൊള്ളാവോ? ഉണ്ടോ? മിണ്ടുന്നില്ല. സ്തോത്രം. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്ത ചോരം, മടിയന്മാരെ ഒന്നിനും കൊള്ളുകയല്ലെന്ന് പറ. ഉണ്ടോ? മിണ്ടുന്നില്ല. ചിലർ ഉറങ്ങാനായിട്ട് ജനിച്ചവരുണ്ട്, എപ്പോഴും ഉറക്കം, രാവിലെ തൊട്ടേ ഉറക്കം. ഉണ്ടോ? മിണ്ടുന്നില്ല. സ്തോത്രം. വീട്ടിൽ ഇരുന്നാ ഉറക്കം, ബസ്സേ കയറിയാ ഉറക്കം, സ്തോത്രം. ചോറുണ്ടാ ഉറക്കം.
4 മണിക്ക് കാപ്പി കുടിച്ചാൽ ഉറക്കം, 8 മണിക്ക് സീരിയൽ കണ്ടാ ഉറക്കം. മിണ്ടുന്നില്ല. 9 മണിക്ക് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഉറക്കം, 10 മണിക്ക് കട്ടിലെ ചെന്ന് കിടന്നുറക്കം, രാവിലെ 8 വരെ ഉറക്കം. ഉണർന്നിരിക്കുന്ന സമയം പേപ്പർ എഴുതി വെച്ചാൽ നല്ലതാ. നിന്റെ പേരാ മടിയൻ, മടിച്ചി. ഇവിടെ ആരുമില്ല, വല്ലവരും ഉണ്ട് നിന്നോടാ. സാത്താൻ നിന്നെ ഇങ്ങനെ മടിയിലിട്ട് വാവോ ഉറക്കുക. മടിയൊക്കെ ഒന്ന് വിട്ട് എഴുന്നേക്ക്. സ്തോത്രം. നമ്മ ശ്രദ്ധിക്കുക. അപ്പം മടിയന്മാർക്ക് സ്തോത്രം. ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, പാസ്റ്റർ ദൈവം പറഞ്ഞിട്ടുണ്ട് ഉറക്കത്തിൽ തരാമെന്ന്, അതുകൊണ്ട് ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല, കിടന്ന് ഉറങ്ങുക. ഞാൻ പറഞ്ഞു നിന്റെ കാര്യം അല്ല പറഞ്ഞേക്കുന്നത്, അതിൻ്റെ മേളത്തേം താഴത്തേം വായി ആരുടെ കാര്യമാണെന്ന് എഴുതിയിട്ടുണ്ട്. പോട്ടെ, ഞാൻ വായിക്കാൻ സമയം എടുക്കുന്നില്ല. യഹോവയുടെ അനുഗ്രഹത്താലാണ് എന്തുണ്ടാകുന്നത്. അപ്പം ഇന്ന് നിന്റെ മേൽ എന്തോ വരണം, ഒരനുഗ്രഹം വരണം. വന്നാൽ നിന്റെ സാമ്പത്തിക മേഖലയിൽ വിടുതൽ നടക്കും. ഇനി ശലോമോൻ തന്നെ പറഞ്ഞ ഒരു കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിലോട്ട് ഞാൻ കൊണ്ടുവരാമേ. സദൃശ്യവാക്യം 8-ാം അധ്യായം 18-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്റെ പക്കൽ ധനവും മാനവും ശലോമോൻ പറയാണ്, എന്റെ ദൈവത്തിന്റെ നിയോഗത്തിൽ പറയുക, ദൈവത്തിന്റെ പക്കൽ എന്തോ ഉണ്ട്? ധനവും മാനവും. ധനമുണ്ട്, മാനമുണ്ട്, പുരാതന സമ്പത്തുണ്ട്. അപ്പൊ ദൈവത്തിന്റെ എന്തോ ഉണ്ട്? ധനവും മാനവും. നമ്മുടെ ജാട എന്നാന്നറിയാം, നമ്മുടെ ഇച്ചിരി ദാരിദ്ര്യമൊക്കെ ഉണ്ടേലും നമ്മുടെ ദൈവത്തിന്റെ എന്തോ ഉണ്ട്? ധനമുണ്ട്, മാനമുണ്ട്, പുരാതന സമ്പത്ത്. നീ അതൊക്കെ കണ്ട ഞെട്ടിപ്പോവും. ദൈവത്തിന് ധനമുണ്ട്, മാനമുണ്ട്. 17 മുതൽ വായിച്ച 17 മുതൽ. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്. എന്റെ ഫലം പൊന്നിലും തങ്കത്തിലും, എന്റെ ആദായം മേൽത്തരമായ വെള്ളിയിലും നല്ലത്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കുകയും. അപ്പൊ ഇതെല്ലാം ആർക്ക് കൊടുക്കാനാ? എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കുകയും. നിങ്ങൾ നോക്കിയേ, ഈ സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്തവരുണ്ട് എന്ന് കൈ നോക്കിക്കേ. എനിക്ക് സ്വന്തമായിട്ട് ഭൂമിയില്ല, നല്ലതായിട്ട് പൊക്കി പിടിക്കുക. എൻ്റെ സ്വന്തമായിട്ട് ഭൂമി വാങ്ങിക്കാനുള്ള വാക്യമായത്. ഭൂമി വാങ്ങിക്കാനുള്ള ഭൂമിയില്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പട്ടത്തൂടെ നടക്കാതെ വാക്യം നിനക്ക് തരിക, എന്നെ സ്നേഹിക്കുന്നവന് ഞാൻ വസ്തുവക അവകാശമായി. സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടത്. വസ്തുവക അവകാശമാക്കുക മാത്രമല്ല, ഭണ്ഡാരങ്ങളെ നിറയ്ക്കുമെന്നാ ദൂത്. അപ്പം എൻ്റെ പക്കൽ ധനമുണ്ട്. ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു ധനവാനോട് ചോദിക്കുന്ന കാര്യമല്ല ഞാൻ പഠിപ്പിക്കുന്നത്. ആരോട് ചോദിക്കുന്ന കാര്യമാണ്? പ്രാർത്ഥിക്കാൻ അങ്ങോട്ടിരിക്കുമ്പോൾ, കർത്താവേ അങ്ങയുടെ പക്കൽ ധനമുണ്ടല്ലോ, അങ്ങയുടെ പക്കൽ മാനമുണ്ടല്ലോ, അങ്ങയുടെ പക്കൽ പുരാതന സമ്പത്തുണ്ടല്ലോ, അങ്ങയുടെ പക്കൽ നീതിയുണ്ടല്ലോ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്ന കർത്താവേ, അമ്മ എനിക്ക് വസ്തുഭാഗ അവകാശമായി തരണമേ. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നാട്ടുകാർ മുഴുവൻ നിന്നെ നിന്ദിച്ചാലും നീ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ എനിക്കത് തരണമേ. അപ്പം സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇനി സദൃശവാക്യത്തിലെ കുറേ വാക്യങ്ങൾ വായിക്കണമെന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതൊന്നും ഞാനിപ്പോൾ വായിപ്പിച്ച് ആ ഭാഗത്ത് മാത്രം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൂതിലോട്ട് വരിക. അപ്പം നമ്മൾ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അല്ലേ? നിങ്ങൾ എന്നെ ചോദിക്കുക, നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധം എന്തുവാ? പറ. ഈ സ്റ്റേജ് ഇരുന്ന് പറയല്ലെന്ന് ഞാൻ പറഞ്ഞു. ഇവര് പറയും എന്തുവാ? അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം ആണോ? അപ്പനും. അപ്പം ഞാൻ ചോദിക്കുക, നിന്റെ മകൻ കീറിയ ഉടുപ്പിട്ടുകൊണ്ട് നടക്കണമെന്ന് ഏതെങ്കിലും അപ്പൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അപ്പനെ ഊളമ്പാറ കൊണ്ടുപോകണം. കാരണം അപ്പന് ഒരു പിരി. നിങ്ങൾ എന്നെ ഞാൻ ബൈബിളിലോട്ട് വരിക. നിന്റെ പിള്ളേരാരേലും കർത്താവേ എൻ്റെ കുഞ്ഞിന് കീറിയ ഉടുപ്പിടണമെന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ അപ്പൻ എന്തോ കുഴപ്പം ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഏറ്റവും നല്ല വസ്ത്രം നിന്റെ മോൻ ഇടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ?
അങ്ങനെങ്കിൽ സ്വർഗത്തിലെ അപ്പനും അങ്ങനാ. നീ നന്നായി ജീവിക്കണമെന്ന്, നീ നന്നായി ആരാധിക്കണമെന്ന്, നീ നന്നായി സ്തുതിക്കണമെന്ന് നിന്റെ അപ്പൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം, സ്തോത്രം. എന്നോട് ദൈവം പറഞ്ഞു, ഈ മീറ്റിങ്ങിന്റെ 3 സെക്ഷൻ കഴിയുമ്പം ചിലരുടെ ഗതികേട് പൊട്ടും. എന്നും ഒരേ അവസ്ഥയിൽ നിന്റെ കുടുംബത്തിൽ ബാധ പോലെ പിന്തുടരുന്ന ആ ദാരിദ്ര്യമെന്ന ദുരാത്മാവ് ഇന്നത്തെ ആരാധനയിൽ നിന്റെ കുടുംബത്തിൽ നിന്ന് കെട്ടഴിഞ്ഞു പോകണം. ഈ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ബൈബിളിലെ വാക്യത്തിലോട്ട് വരിക. ഈ പിശാചിൻ്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ് നമ്മളിൽ വെളിപ്പെടേണ്ട നന്മകളെ അപഹരിച്ചുകൊണ്ട് പോവുക. അപ്പം ദൈവത്തിൻ്റെ ഭാഗത്ത് ദൈവം പറയുകയാണ്, യഹോവയുടെ എൻ്റെ അനുഗ്രഹത്താൽ എന്തോ ഉണ്ടാവും. എൻ്റെ പക്കൽ ധനമുണ്ട്, മാനമുണ്ട്, പുരാതന സമ്പത്തുണ്ട്. അത് ആർക്ക് തരാനാ? നിനക്ക് തരാനാ. സ്തോത്രം. ഇതെല്ലാം ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പറയുമ്പം ഈ ആവർത്തന പുസ്തകത്തിലൊക്കെ വാക്യമുണ്ട്, സമ്പത്തുണ്ടാക്കാൻ ശക്തി തന്നവൻ ദൈവമാണ്. ആവർത്തനം 28 നീ കൈ തൊടുന്നിടത്തൊക്കെ ഞാൻ അനുഗ്രഹം കൽപ്പിക്കും. അതൊക്കെ താഴോട്ട് വരുമ്പം വരെ ഇതെല്ലാം നമ്മുടെ വാക്കത്തെ വചനമാണ്. പക്ഷെ ചോദ്യം, വചനം ഒരു ഭാഗത്ത് കിടക്കുകയും നിന്റെ ലൈഫ് വേറൊരു ഭാഗത്ത് കിടക്കുകയുമാണെങ്കിൽ ഇന്ന് എവിടൊക്കെയോ ഒരു പ്രവൃത്തി നടക്കാനുണ്ട്. ആദ്യം ഈ സെക്ഷനകത്ത് ഞാൻ തൊടുന്നത് നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടുന്ന നന്മകളെ അപഹരിക്കുന്ന കരങ്ങൾക്ക് നേരെ ഇന്നൊരു യുദ്ധം അഴിച്ചു വിടാൻ പോവാ. ഓ ഹല്ലേലൂയ. ചില വരുമാന മാർഗങ്ങളെ തടയുന്ന, ചില സാമ്പത്തിക നന്മകളെ തടയുന്ന, ചില ദുഷ്ട ഓ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ, തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര ദൈവമക്കൾക്ക് അത് തിരിച്ചറിയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ആത്മാവ് എന്നോട് പറയും, ഇതുവരെ നടക്കാത്ത കാര്യം ഇന്നത്തെ പ്രാർത്ഥനയിൽ യേശു ചെയ്യും. വിശ്വസിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ഞാൻ വേദപുസ്തകത്തിലെ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരാം, എന്നിട്ട് ഞാൻ ആ ദൂതിനെ വിവരിക്കാൻ പോവാം. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനം നമുക്ക് വായിച്ചു കേൾക്കാം. സ്തോത്രം. തന്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയെന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായി 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. 16-ാമത്തെ വാക്യം കൂടെ. 14-16 അവൻ സമ്പത്തൊക്കെ മടക്കി കൊണ്ടുവന്നു. തന്റെ സഹോദരനായ ലോത്തിനെയും അവന്റെ സമ്പത്തിനെയും സ്ത്രീകളെയും ജനത്തെയും കൂടെ മടക്കി കൊണ്ടുവന്നു. മതി, നിങ്ങൾ എന്നെ ഇനി ശ്രദ്ധിക്കണം. അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്തിന്റെ നന്മ ശത്രു അപഹരിച്ചുകൊണ്ടുപോയി. ഞാൻ ഒരിക്കല് ഒരു രാജ്യത്ത് ദൈവവചനം പറയാൻ പോയപ്പം അവിടെ ഒരു കമ്പനിയിൽ എന്നെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. അതിൻ്റെ ഓണർ ബിസി ആയതുകൊണ്ട് അവിടുത്തെ മാനേജരാണ് എന്നെ വന്ന് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ വിളിച്ചുകൊണ്ട് പോയി. വണ്ടിയിൽ കയറിയപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങളുടെ ബോസിന് പാസ്റ്ററെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കമ്പനിയിലെല്ലാം പാസ്റ്ററെ പ്രസംഗമായിട്ടേക്കുന്നേ. പോയ വഴിക്ക് എന്നോട് ചോദിച്ചു, പാസ്റ്ററെ കാപ്പി വേണോ, ചായ വേണോ, ജ്യൂസ് വേണോ, ഷെയ്ക്ക് വേണോ? പോയ വഴിക്ക് തന്നെ സ്തോത്രം സ്റ്റാർബക്സിൽ കയറി എനിക്കാണെങ്കിൽ ഒരു നല്ല കാപ്പിച്ചിനോടെ കാപ്പി മാച്ചു. സ്തോത്രം. എന്നിട്ട് അങ്ങോട്ട് പോയപ്പം സ്തോത്രം, ഈ പേന എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന് ഇവൻ എങ്ങനെയോ അറിയാം. അതുകൊണ്ട് നല്ല സ്കിന്നി ആയിട്ടൊരു 4-5 പേന ഇവൻ്റെ മകൻ
പാസ്റ്റർ മീറ്റിംഗ് കാണുന്നാന്നും പറഞ്ഞ് ഒരു 4-5 പേനായും തന്നു. എനിക്കിവനെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. പേന തന്നുകൊണ്ടൊന്നുമല്ല, അത് നോക്കാം. കമ്പനി ചെന്ന് അന്നേരം ഓണറും ഞാനും പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഓണർ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഭയങ്കര ഓർഡറാണ് വരുന്നത്, പക്ഷെ ഈ കമ്പനി ലോസില്ല, ഞാനിത് നിർത്തണോ പൂട്ടണോ? ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. പുള്ളി എന്നോട് പറഞ്ഞു, അഞ്ചലി കിടന്ന പുള്ളിയുടെ സ്ഥലം, ഭാര്യ വീട്ടിലെ സ്വത്ത് 11 ഏക്കർ വിറ്റിട്ട് ഇപ്പൊ ഇവിടുത്തെ 3-3.5 കോടി രൂപ കൊണ്ടുവന്ന കട ഒന്ന് തീർത്തേ. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന എല്ലാവരും പറയുന്ന ഭയങ്കര പോരാട്ടമാണ്. അപ്പം ഞാനും പറഞ്ഞു, എന്നാ മിക്കവാറും പോരാട്ടമായിരിക്കും. ഞാൻ പ്രാർത്ഥിക്കാനിരുന്നു, ഞാനും അദ്ദേഹം കൂടെ. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോളേ എൻ്റെ വെളിപ്പാടിൽ ഈ മാനേജർ വന്ന് മുമ്പിൽ നിൽക്കുക. എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞ, അച്ചായ ഒരു കാര്യം ചെയ്യാമോ? 5 കാര്യം ചെയ്യാം. ഉപവാസ പ്രാർത്ഥന നടത്തണോ? വേണ്ട. കൺവെൻഷൻ നടത്തണോ? വേണ്ട. പിന്നെന്തോ വേണം? എന്നെ കാറെ കൊണ്ടുവന്ന മാനേജരെ പറഞ്ഞു വിടണം. ഉയ്യോ! ഞാൻ പറഞ്ഞു, ഒരു ഇയോയും ഇല്ല, വിട്ടാ നീ രക്ഷപ്പെടും, അല്ല നീ പെരുവഴിയിലാവും. പുള്ളിയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു. കണ്ണ് നിറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ പോയി കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മാനേരെ വിട്ടു. മാനേർക്ക് അന്നേരെ അറിയാൻ ഞാൻ എന്തോ പിന്നെ അവൻ എൻ്റെ പുറകെ കൂടി എന്നെ തീർത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ പിറ്റേ മാസം അച്ഛൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ പകുതിക്ക് പകുതി ലാഭമായിരുന്നു ഈ പ്രാവശ്യം. നിന്റെ നന്മയെ അപഹരിക്കുന്നത് എവിടെയാണെന്ന് തിരിച്ചറിയണം. ഗ്ലോറി ടു ഗോഡ്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ തന്നെ ലോത്തിനെയും ദൈവം അനുഗ്രഹിച്ചു. എന്നാ ബൈബിൾ വായിക്കുക, അബ്രഹാമിൽ പകർന്ന പോലെ അനുഗ്രഹം. ഈ ബൈബിളിൽ വായിക്കുന്നുണ്ട്, അബ്രഹാമിൻ്റെ ലോത്തിൻ്റെ സമ്പത്ത് ദേശത്ത് വഹിക്കാൻ പറ്റിയില്ലെന്ന്. ഒരു ദേശത്തിന് അത്ര റിച്ചായിരുന്നവൻ. പക്ഷേ ലോത്തിന്റെ മുഴുവൻ നന്മയും ശത്രു എടുത്തോണ്ട് പോയി. ഉടനെ അബ്രഹാം എന്നാ പോയത് പോട്ടെ, അടുത്തതിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞില്ല. അബ്രഹാമിൻ്റെ വീട്ടിൽ ജനിച്ചു വളർന്ന 318 അഭ്യാസികളുണ്ട്. അവരെയും കൊണ്ടുപോയി യുദ്ധം ചെയ്ത് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പ്രാപിച്ചു. സ്തോത്രം. എനിക്കൊരു ആത്മീക വെളിപ്പാട് പറയാനുണ്ട്. അപഹരിക്കുന്ന കരം ശക്തമാണെങ്കിൽ തിരിച്ചു പിടിക്കുന്ന കരം അതിനേക്കാൾ ശക്തമാകണം. എനിക്ക് എന്തോ ദൈവാത്മാവ് ദൂത് പറയാ, ചിലരുടെ നന്മ റിവേഴ്സ് ചെയ്യാൻ പോവാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര നന്മ വന്നാലും നിന്റെ വീട്ടിൽ അത് ശൂന്യമാക്കി കളയുന്ന ഓരോരോ രോഗങ്ങൾ കടത്തിവിട്ട് ഓരോരോ യെസ് ഞാൻ എറണാകുളത്ത് ഒരു സ്ഥാപനത്തിൽ പ്രാർത്ഥിക്കാൻ പോയി. ആ അപ്പൻ ബിസിനസ് നടത്തുക. അപ്പന് 2 ആമ്പിള്ളേരാ. മൂത്തവനും ബിസിനസ് നടത്തുക, ഇളയവനൊരു ശകലം ശാരീരിക പ്രശ്നമുണ്ട്. മൂത്തവൻ ഒരു പ്രശ്നവും ഇല്ല, അതാ അവൻ്റെ പ്രശ്നം. അപ്പൻ എന്നെ ആ സ്ഥാപനത്തിൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ
ഞാനൊരു ബിസിനസ് ഇവിടെ തുടങ്ങി, ഇതിൻ്റെ ലാഭം കൊണ്ട് ഇളയവനൊരു ബിസിനസ് തുടങ്ങി, മൂത്തവനൊരു ബിസിനസ് തുടങ്ങി. ഇപ്പം ബ്രദറെ, ഈ സ്ഥാപനത്തിൽ നല്ല പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ ഓരോ വർഷവും നഷ്ടമാണ്. ഭാര്യയുടെ വീതം ആദ്യം വിറ്റു, എൻ്റെ വീതം വിറ്റു, ഞാൻ കുവൈറ്റ് ജോലി ചെയ്ത് ഉണ്ടാക്കി വാങ്ങിച്ച സ്ഥലം വിറ്റു. എന്താ പാസ്റ്ററെ കാരണം? സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ മൂത്ത മോനാ പ്രശ്നം. ഞാൻ അവനോട് പറഞ്ഞു, അപ്പനോട് പറഞ്ഞു, നിങ്ങളുടെ മൂത്ത മോന് എന്നാ പഠിച്ച? അദ്ദേഹം പറഞ്ഞു ബിടെക് കഴിഞ്ഞതാ. ഞാൻ പറഞ്ഞു അവനൊരു വിസ എടുത്ത് വെളിരാജ്യത്തോട്ട് വിടാൻ ദൈവം പറയുന്നു. പാസ്റ്റർ, അവൻ വലിയ ബിസിനസ്സാ, അവൻ അത് ചെയ്യണ്ട. ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് കയറി പറയാം, അവർക്ക് ഇഷ്ടപ്പെടുകയില്ലെന്നൊന്നും എനിക്കറിയത്തില്ല. പുള്ളി മനസ്സോടെ പുള്ളിയുടെ ബ്രദറിനോട് എങ്ങാണ്ട് പറഞ്ഞ് ദുബായിലൊരു വിസ ശരിയാക്കി ഇവനെ ദുബായിക്ക് വിട്ടു. അപ്പൻ രാവിലെ ഈ ഷോപ്പ് നോക്കും, ഉച്ച കഴിഞ്ഞ് അപ്പൻ്റെ ഷോപ്പ് നോക്കും. സ്റ്റാഫിനെ ആക്കിയിട്ടുണ്ട്. 6 മാസം കഴിഞ്ഞ് എൻ്റെ അടുക്ക വന്നിട്ട് പറയുക, പാസ്റ്ററെ, എനിക്ക് പാസ്റ്ററോട് ഇച്ചിരി ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിന്നെ ദേഷ്യപ്പെടാമല്ലോ, നമ്മൾ ഈ ദേഷ്യപ്പെടാനായിട്ട് ജനിച്ച ആളാണല്ലോ. എന്നോട് എത്ര പേർക്ക് ദേഷ്യമുണ്ടെന്നറിയോ? അവിടെ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛാ കാര്യം പറ. എൻ്റെ പാസ്റ്ററെ, എൻ്റെ മൂത്തവൻ മിടുക്കനാ, പക്ഷെ അവന് കമ്പനി കൊണ്ടുപോകാൻ അറിയത്തില്ല. അത് ഞാനവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായേ. ഇഷ്ടം പോലെ പ്രോഫിറ്റാ, അവനും ഗുണമില്ല, ആർക്കും ഗുണമില്ല. ഞാൻ ഇപ്പം കാര്യം പറ. എൻ്റെ പാസ്റ്ററെ, 3 സ്ഥാപനത്തിനും കൂടെ കഴിഞ്ഞ 1 വർഷത്തെ പ്രോഫിറ്റ് 63 ലക്ഷം. സർവ ചെലവും കഴിഞ്ഞ് ബാലൻസ്. കഴിഞ്ഞ വർഷമോ 85 ലക്ഷം അങ്ങോട്ടിട്ടു. കണ്ടോ? നന്മ അപഹരിക്കപ്പെടുന്ന റൂട്ട് ദൈവമക്കൾ തിരിച്ചറിയണം. എന്നും ഒരേ ദാരിദ്ര്യാവസ്ഥയിൽ പോകുവാൻ ശത്രു നിന്റെ മേൽ ആധിപത്യം പുലർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ആ ഗതികേട് പൊട്ടണം. ഒരാമയും വരുന്നില്ല. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ. ഒരിക്കലേ എഞ്ചിനീയറിംഗിന് തോറ്റൊരു ചെറുക്കനെ പ്രാർത്ഥിക്കാൻ എൻ്റെ അടുക്ക കൊണ്ടുവന്നു. ഞാനിത് പറയുന്ന നിങ്ങളുടെ അകത്ത് ഒരു കാര്യം ഉറപ്പിക്കാനാണ്. അവൻ എഞ്ചിനീയറിംഗ് പഠിച്ച് 2 വർഷം കുഴപ്പമില്ലായിരുന്നു, 2-ാം വർഷം തോറ്റു. എന്തുവാ? തോറ്റു. അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവ് ഈ പൈതൽ തോറ്റുള്ളതെന്നൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയാണേ. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ തോറ്റതിന് സ്തോത്രം പറഞ്ഞോളാൻ പറഞ്ഞു. എന്നെ ഇവൻ ഈ അടുത്ത എക്സാം എഴുതി പാസ്സാകുമ്പം ജയിക്കാൻ വേണ്ടി വിളിക്കാൻ അപ്പനും അമ്മയും എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ, കർത്താവ് ഇവൻ തോറ്റതിന് സ്തോത്രം, തോറ്റതിന്. അപ്പോൾ ഈ അച്ഛൻ എന്നോട് ഇഷ്ടമുള്ള അച്ഛൻ എന്നെ ഇങ്ങനെ തോണ്ടുക. ഞാൻ ഇനി വേറെ വല്ലോ കാര്യം ഓർത്തിങ്ങനെ അങ്ങ് പറയുവാന്നോ കർത്താവേ? ഞാൻ അച്ഛൻ്റെ കയ്യെ പിടിച്ചു, കർത്താവേ ഹമി മോൻ തോറ്റതിനായി ഞാനും അച്ഛനും ചേർന്ന് സ്തോത്രം പറയും. ആൻറ്റി അങ്ങ് വയലൻ്റായി. എങ്ങനെയും പ്രാർത്ഥിച്ചു ചെറുക്കൻ്റെ കെട്ടടിച്ച് അവനെ ഇനിയും പഠിപ്പിച്ചു നല്ലൊരു ലെവലിൽ എത്താൻ വേണ്ടിയാണ് പാസ്റ്ററെ വിളിച്ചേ. പാസ്റ്റർ തോറ്റതിനായി സ്തോത്രം പറയുക. ഞാൻ പറഞ്ഞു, ആൻറ്റി എനിക്കും അവന് ജയിക്കണമെന്നാ, പക്ഷേ അപ്പം പറയുന്ന സ്തോത്രം പറയാനാ. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞ് സമ്മതിപ്പിച്ച് പുള്ളിക്കാരത്തിയെ കൊണ്ട് സ്തോത്രം പറയിച്ചു. പക്ഷെ ഇനി അവന് തുറന്ന് പഠനം ഇല്ലയോ? ഞാൻ പറഞ്ഞില്ല, എഞ്ചിനീയറിംഗിന് 2-ാം വർഷം വരെ ഉള്ളൂ. എന്നാൽ ഞാൻ അവനെ ബഹറിനെ കൊണ്ടുപോകട്ടെ. അമ്മ കൊണ്ടുപോകും. ഹോ, ഞാനൊരു പ്രാവശ്യം അവിടെ ചെന്നപ്പോഴേ ഇവൻ എന്നെ ഒരു വണ്ടിയും കൊണ്ട് കൊണ്ടുപോകാൻ വന്നു. അവൻ്റെ വീട്ടിൽ ചെന്നപ്പം അവൻ്റെ അമ്മ പറയുക, മോൻ തോറ്റതിനായി സ്തോത്രം. ഞാൻ പറഞ്ഞു, മിണ്ടിപ്പോയ കലിപ്പം.
എന്നാ അവൻ്റെ അതിൻ്റെ ഇളയവനും സ്തോത്രം പഠിക്കാത്ത ഡിഗ്രി ഇല്ല, ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ഇല്ല. അവന്മാരുടെ ശമ്പളം എല്ലാം കൂടെ കൂട്ടിവെച്ചാൽ ഇവന്റെ ശമ്പളത്തിന്റെ 7 കിലോമീറ്റർ ദൂരെ വരികയില്ല. കണ്ട മിണ്ടുന്നില്ല. ഞാനൊരു ദൂതത്തിന് എല്ലാരെയും ഒരേ തട്ടിക്കൂട്ടരുത്. നീ പോകേണ്ട റൂട്ട് വ്യത്യസ്തമാ. ഇന്ന് എന്നോട് ദൈവാത്മാവ് പറയുക, നിന്റെ എതിരാളിക്ക് അസൂയ വരത്തക്കവണ്ണം ഒരു ദൈവാനുഗ്രഹം. എനിക്കറിയാം, ഈ ദൂത് വിവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ ഒന്നുമില്ലാത്തവനാക്കി മാറ്റിയ ആ ബന്ധനം ഇന്നത്തെ ആരാധന പൊട്ടണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്നും ദാരിദ്ര്യാവസ്ഥ, എന്നും ഗതികേട്, എന്നും പരാജയം, ആ അവസ്ഥയെ ദൈവം ഇന്ന് ബ്രേക്ക് ചെയ്യട്ടെ. ഇന്ന് ശുശ്രൂഷ ഒടുവിലേ ചെയ്യത്തുള്ളൂ. നിങ്ങളോടുള്ള ദൈവാലോചന പറയുക. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. അപ്പം ലോത്തിന്റെ നന്മ ആര് കൊണ്ടുപോയി? ശത്രു അപഹരിച്ചുകൊണ്ട് പോയി. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്റെ വീടിനകത്ത് വെളിപ്പെടേണ്ട നന്മ നിന്റെ അനുവാദം കൂടാതെ അപഹരിക്കുന്നെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ വാക്യമുണ്ട്, മോഷ്ടിപ്പാനും അറുപ്പാനും നിന്നെ മുടിച്ചിടാനും ആ സാത്താൻ വന്നത്. എന്നാൽ ഞാൻ യേശു വന്നത് ജീവൻ പകരാൻ, സമൃദ്ധിയായി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും അഴിയാത്ത ചില കുടുക്കുകൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ അഴിയുന്നത് ഞാൻ കാണുകയാ. നിന്റെ അപ്പന്റെ കാലത്ത് നിന്റെ കുടുംബം ദാരിദ്ര്യാവസ്ഥയെന്ന് പൊങ്ങാതിരിക്കാൻ ചിലര് ബന്ധിച്ച ദുർമന്ത്രങ്ങൾ ഇന്നത്തെ ആരാധനയുടെ നടുവിൽ ഇവിടെ വ്യാപരിക്കുന്ന അഗ്നി. Glory to God. Glory to God. Glory to God. Glory to God. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങൾ റെഡിയാണോ? കൈവിട്ടു പോയ പലതും ഈ ദിവസങ്ങളിൽ തിരിച്ചു വരും. വിശ്വാസമുണ്ടോ? ചിലടത്ത് സ്റ്റക്കായി പോയ നന്മ തിരിച്ചു വരും. വ്യക്തികളുടെ കയ്യിൽ കുരുങ്ങിപ്പോയ നന്മ, എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിന്റെ വീടിനെ ഇങ്ങനെ വിടാൻ ദൈവം തീരുമാനിച്ചിട്ടില്ല. നിന്റെ സന്തതിയെ ഇങ്ങനെ വിടാൻ ദൈവം തീരുമാനിച്ചിട്ടില്ല. എന്നും വായ്പ വാങ്ങിച്ചോണ്ട് നടക്കാൻ ദൈവം തീരുമാനിച്ചിട്ടില്ല. സ്തോത്രം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് സഹകരിക്കുന്ന ഒരു കൈ ഉയർത്തണം. കൂടെ കൂടെ വായ്പ വാങ്ങിക്കേണ്ട സാഹചര്യം വരുന്നവരുന്നു കൈ പൊക്കിക്കേ. കൈ താത്തിട്ടോ. നിങ്ങളിന്ന് കൂടുതൽ ശക്തമായി പ്രാർത്ഥിച്ചോണം. ആവർത്തന പുസ്തകത്തിൽ വാക്യമുണ്ട്, നീ വായ്പ വാങ്ങത്തില്ല. ബാക്കി പറ, നീ വായ്പ കൊടുക്കും. എന്നോട് ദൈവത്തിന്റെ ആത്മാ പറയുക, ചില വർഷങ്ങൾ പുറകിലോട്ട് ഇന്ന് ദൂത് പോവുക. ജീസസ് അറിയാത്ത ലൈബിലിറ്റിയിൽ നിന്നെ കൊണ്ടുകയറ്റി, നിന്റെ വിശ്വാസത്തെ പോലും തണുപ്പിച്ച്, നിന്റെ പ്രാർത്ഥനയെ പോലും തണുപ്പിച്ച് നിന്നെ തകർത്തു കളഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ദുഷ്ടശക്തി ഗ്ലോറി 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 ശബലബടബലബടബലബടബല റദമന ഹദരബലബടബലബട. ഓ, ഇന്ന് നീ ആരാധന കഴിഞ്ഞ്, ഇന്നും നാളെയും ആരാധന കഴിഞ്ഞ് നീ എഴുന്നേൽക്കുമ്പോൾ നീ വിടുതൽ നടക്കും. നിന്റെ കുടുംബത്തിൽ ഒരേപോലെ അടിച്ചുവിട്ട ആ ദാരിദ്ര്യ അവസ്ഥ സ്തോത്രം സ്തോത്രം. ഞാൻ ഈ സ്റ്റേജിൽ ഇരിക്കുന്നിടം വരെ ഇന്നത്തെ പ്രസംഗത്തിന് തലക്കെട്ടിട്ടില്ലായിരുന്നു. ഇവിടെ ഇരുന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ദാരിദ്ര്യങ്ങൾ മാറാൻ പോവാ, ഒരു സാമ്പത്തിക അനുഗ്രഹം വീഴാൻ പോവാ. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ബോധ്യം തരികയാ.
ചില കുടുംബങ്ങൾ ഇങ്ങനെ പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നീ ഒത്തിരി വർഷം ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന്റെ മറുപടി ഇന്ന് ദൈവം സംസാരിക്കുക. ഇന്ന് ദൈവം സംസാരിക്കുക. ഇന്ന് ദൈവം സംസാരിക്കുക. ഇന്ന് ദൈവം സംസാരിക്കുക. നീ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ സന്തതി ഇരിക്കുന്ന സ്ഥലത്തു വരെ, നിന്റെ കുടുംബത്തിൽ നന്മ വെളിപ്പെടേണ്ട സ്ഥലത്തു വരെ ഈ അഭിഷേകത്തിന്റെ തീ കണ്ടോ കണ്ടോ കെട്ടുപൊട്ടുന്നു. കണ്ടോ, നിങ്ങളിൽ ഒരു അഭിഷേകം. ഹംസ, ആ ജപ്തിയുടെ കഥ മാറുന്നു. ആ ബാങ്കുകാരുടെ പേടി മാറുന്നു. ലോണുള്ളവരെന്ന് കൈപൊക്കിക്കേ. ലോണ്, മൊത്തം ലോണ്. എനിക്കാന്നെ ഭയങ്കര ലോണാ. ഇന്ന് എനിക്കും വിടുതൽ കിട്ടാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് 800 ലോണുണ്ടെന്നറിയോ? ആ പോട്ടെ, ഞാനൊരു ലോണൊന്നും പറയുന്നില്ല. ഇതെല്ലാം പൊട്ടും. അടുത്ത വർഷം ഇതേ സമയത്ത് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് പ്രസംഗിക്കണം. എൻ്റെ ഫൈനാൻസിൽ നില ദൈവം മാറ്റി. അതിന് അമേരിക്കയിലൊന്നും പോകണ്ടെന്ന്. നീ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഫ്ലോ. സ്തോത്രം. മനസ്സിലാവുന്നവരെ ദൈവത്തിന് സ്തോത്രം ചെയ്യാവൂ. ഞാൻ പണ്ടൊരു യോഗത്തിന് പോയപ്പം അവിടെ വന്ന പാസ്റ്റർ അന്ന് 2000 രൂപ ഇറങ്ങിയ സമയമാണ്. 2000 നോട്ട് എടുത്ത് ചവിട്ടി പിടിച്ചാൽ മതി, ഇത് സാത്താനാന്ന് പറഞ്ഞു. ഞാൻ ആ യോഗത്തിൽ നിന്ന് അന്നേരം ഇറങ്ങിപ്പോയി. പണം സാത്താനാന്നോ? അല്ല. പമ്പിൽ ചെന്ന് പെട്രോൾ അടിച്ചു ഗ്ലോറി പറയാമോ? വൈകുന്നേരം വരെ അടിക്കേണ്ടി വരും. അവിടെ ഹോട്ടലിൽ ചെന്ന് വയറ് നിറച്ച് ആഹാരം കഴിച്ച് എന്നാ പ്രൈസ് ലോഡ് കിച്ചണിലോട്ടങ്ങ് കൊണ്ടുപോകും. ബാക്കി അവർ ചോദിച്ചോളൂ. അപ്പൊ ഭൂമി ജീവിക്കുമ്പോൾ മനുഷ്യൻ എന്തു വേണം? സമ്പത്ത് വേണം. ഉണ്ടേലേ പറ്റൂ. സ്തോത്രം. അതും ഒരു കള്ളത്തരം പോലും ഇല്ലാതെ കിട്ടണം. സമ്പത്തിന് ആരും വളഞ്ഞ വഴി തപ്പണ്ട. വളഞ്ഞ വഴിയെ ആര് സമ്പത്ത് ഉണ്ടാക്കിയാലും അത് പരാജയപ്പെടും. അങ്ങനെ ശ്രമിക്കരുത്, അങ്ങനെ ഉണ്ടാകരുത്. അപ്പൊ ഞാൻ വിചാരിക്കുക, എങ്ങനെയും ഒരാളെ കറക്കി അയാളുടെ 500-1000 രൂപ പോക്കറ്റിലാക്കണം എന്ന് വിചാരിച്ചാൽ 1000-2000 വൈകുന്നേരപ്പുറം പോകും. ഒരു കുറുക്കു വഴി ഉണ്ടാക്കരുത്. അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യരുത്. അത് തെറ്റാ. നമ്മൾ ദ്രവ്യാഗ്രഹിയാകരുത്. എന്നാൽ നമ്മുടെ ആവശ്യം മുട്ടില്ലാതെ നടക്കണം. നിങ്ങൾ എന്നോട് സഹകരിക്കുന്നോ? ഞാൻ എഴുതി ഒരു ആത്മീക ദൂത നിങ്ങളുടെ പേഴ്സണൽ ഡയറി എഴുതിയിട്ടു. നീ പ്രാർത്ഥിച്ച പല കാര്യവും നിന്റെ കുടുംബത്തിൽ ഉടനെ നടന്നു കിട്ടും. നടന്നു കിട്ടും. ഇതൊരു പ്രവചന ശബ്ദമാ. നടന്നു കിട്ടും. അപ്പം ലോത്തിന്റെ നന്മ ശത്രു എന്ത് ചെയ്തു? അപകരിച്ചുകൊണ്ട് പോയി. ഈ വിവരം അബ്രഹാം അറിഞ്ഞു. ഈ 13-ാം അധ്യായത്തിൽ ലോത്തും അബ്രഹാം 2 വഴി തിരിഞ്ഞായിരുന്നു. ഇപ്പൊ എന്നോട് പിണങ്ങല്ലേ? നമ്മുടെ അടുക്കൽ ഒരാൾ പിണങ്ങിപ്പോയാൽ അയക്കൊരു സാമ്പത്തിക നഷ്ടം വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോ പറയും? അവൻ അല്ലേലും അത് പറ വരണം. അബ്രഹാം അങ്ങനല്ല ചിന്തിച്ചേ. അബ്രഹാം ലോത്തിനെ ചെന്ന് കണ്ട് അവൻ്റെ അപഹരിച്ച നന്മ. അബ്രഹാമിൻ്റെ വീട്ടിൽ ജനിച്ചു വളർന്ന 318 അഭ്യാസികളുണ്ട്. എൻ്റെയൊക്കെ ആത്മീയാർത്ഥം എന്താണെന്നറിയോ? ഒരു സഭയ്ക്കകത്ത് ആത്മീയ അഭ്യസനം പ്രാപിച്ച ദൈവമക്കൾ വേണം. കൂട്ടത്തിൽ ഒരാൾ കുരുക്ക് വീണാൽ ഒറ്റ വാട്സാപ്പ് മെസ്സേജ്, അന്ന് രാത്രി അവര് മുഴുവൻ മുട്ടുകുത്തണം. അപകരിച്ച നന്മ. ഒരു നല്ല ഹല്ലേലൂയ പറ. ഒരു നല്ല ഹല്ലേലൂയ പറ.
ഒരിക്കൽ ഞാനൊരു ആളെ ഒരു സ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ടപ്പം പുള്ളി എന്നോടൊരു അനുഭവം പറഞ്ഞു. പുള്ളിക്കാരന് പവർഫുൾ പ്രയർ ടീമുമായിട്ട് കണക്ഷനുണ്ട്. നമ്മൾ ചുമ്മാതെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കാതെ നല്ല പ്രയർ ടീമുമായിട്ടൊക്കെ കണക്ഷൻ വേണം. നിനക്കൊരു പ്രശ്നമുണ്ടായാൽ അത് പ്രയറിൽ തീരും. ഏറ്റവും വലിയ ബന്ധം പ്രാർത്ഥനയുടെ ബന്ധം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. പുള്ളിക്കാരൻ ഒരു കമ്പനിയുടെ ടോപ്പ് ലെവലിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഒരു ദിവസം സുപ്രഭാതത്തിൽ പുള്ളിയുടെ ജോലി നഷ്ടപ്പെട്ടു. അതിന് വേറൊരു മലയാളി പാര വെച്ചതാ. മലയാളിക്ക് പൊതുവെ അങ്ങനെ വെക്കുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ. ജോലി പോയി. പുള്ളി അവിടെ ഇരുന്നുകൊണ്ട് ഫോൺ വിളിച്ചു നാട്ടിലോട്ട്. ദേ എൻ്റെ ജോലി പോയേക്കാ, ഞാൻ ഇന്ന് രാത്രി ഫ്ലൈറ്റിന് വരിക. സ്തോത്രം. ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടിയില്ല. അദ്ദേഹം വേറൊരു രാജ്യത്ത് എന്നിട്ട് ഫ്ലൈറ്റിലാണ് പോകുന്നത്. സ്തോത്രം. അത് ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോയി. പ്രയത്നിതൊക്കെ അവർ ഇങ്ങനെ വാട്സാപ്പ് മെസ്സേജ് പേടിക്കണ്ട, നോക്കിയാൽ കാണാവുന്ന ദൂരത്തിൽ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. നോക്കിയാൽ ഫ്ലൈറ്റിലോട്ട് വന്നപ്പം ഫ്ലൈറ്റ് ഫുള്ളാണ്. ഇയാൾ എപ്പോഴും യാത്ര ചെയ്യുന്ന ആളായുണ്ട്. ആ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് പുള്ളി പറഞ്ഞു, സാറേ ഫ്ലൈറ്റ് ഫുള്ളായോണ്ടേ സാറിനെ ഫസ്റ്റ് ക്ലാസ്സിലോട്ട് ബിസിനസ് ക്ലാസ്സിലോട്ട് ടിക്കറ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പോവാ. പുള്ളി പറഞ്ഞു നല്ല കാര്യം, താങ്ക് ഗോഡ് എന്നൊക്കെ പറഞ്ഞ് ടിക്കറ്റൊക്കെ വാങ്ങിച്ച് ഫസ്റ്റ് ക്ലാസ്സിൽ നിന്നപ്പോൾ അവിടെ കാര്യമില്ല. ഒരാൾ മാത്രം ഇരിക്കുന്നു, പുള്ളിയുടെ ഇപ്പുറത്തെ സീറ്റാണ് പുള്ളിക്ക്. അപ്പം നാട്ടിൽ നിന്നൊരു മെസ്സേജ് വന്നവിടെ നോക്കിയാൽ കാണുന്ന ദൂരത്തിൽ ജോലിയുണ്ട്. അവിടെ കയറിയിരുന്നു. കരുതപ്പോൾ ഈ പുള്ളി ഫോൺ ലാപ്പെല്ലാം എടുത്ത് വെച്ച് ഫോണിൽ എന്തോ ഭയങ്കര കാര്യങ്ങൾ സംസാരിക്കുകയും പുള്ളി കരയുകയും ചെയ്യുക. അപ്പൊ എല്ലാം ഈ സോഫ്റ്റ്വെയർ സംബന്ധമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഈ പുള്ളി ചോദിച്ചു, സാറേ എന്നാ പറ്റി? അത് ഞാൻ ഇന്നൊരു ഒരു ഒരു വലിയ കമ്പനി നടത്തുന്ന ആളാണ്. എൻ്റെ കമ്പനി ഒരു ഇഷ്യൂ ഉണ്ടായി. വേറൊരു രാജ്യത്തു നിന്നൊരു ടീം വന്നിട്ടും ആ ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ പറയും, സാറേ ഞാൻ സെയിം ഫീൽഡാ, എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അത് സോൾവ് ചെയ്യാനുള്ള കണക്ഷൻസ് ഒന്നാക്കി തരാമോ? പുള്ളി ലാപ്പയിൽ ഒന്ന് ഹെൽപ്പ് ചെയ്താട്ട്. ലാപ്പയിൽ ഇരുന്നുകൊണ്ട് ഫ്ലൈറ്റ് റൺവേയിൽ ഓടുന്നതിന് മുമ്പേ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ലാപ്പിൽ ഇരുന്നുകൊണ്ട് കമ്പനിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തി ആ വിഷയം സോൾവ് ചെയ്തു. തൊട്ടടുത്ത നാൾ ചോദിച്ചു, എത്ര രൂപ സാലറി വേണം? ഫ്ലൈറ്റ് ഇങ്ങനെ റൺവേ ഓടിക്കൊണ്ടിരിക്കുക. സാറേ ഞാൻ ഇത്ര ലക്ഷം രൂപയ്ക്ക് ഇന്നടത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡബിൾ സാലറി, ഇപ്പോൾ അപ്പോയിൻമെന്റ്, നാളെ വിസ, മറ്റന്നാൾ റിട്ടേൺ വരണം. കണ്ടോ പവർഫുൾ പ്രയർ ടീമിന്റെ പവർ കണ്ടോ? ഇന്ന് പകൽ അപകരിച്ചുകൊണ്ട് നഷ്ടത്തിന്റെ കഥ പറഞ്ഞ് തലകുനിക്കുന്ന സാഹചര്യങ്ങൾ മാറട്ടെ. ഓ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ആരാധിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മ പറയുക, ഇതുവരെ നടക്കാത്ത കാര്യം ഇന്നത്തെ പ്രാർത്ഥനയിൽ ദൈവം ചെയ്യാൻ പോവാ. അങ്ങനെ വിശ്വസിക്കുന്നവരെ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച്, കണ്ണുകളെ അടച്ച് കരങ്ങളെ ചേർത്തടിച്ച് ഓ 1-2 മിനിറ്റുകൾ കണ്ണുകളെ അടച്ച് കൈകളെ ചേർത്തടിച്ച് യെസ് ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ്. എന്തോ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവുക. ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് യേശുവിന്റെ ആത്മാവ് പറയുക, കൈവിട്ടു പോയ പലത് റിവേഴ്സ് ചെയ്യാൻ പോവുക. സ്റ്റക്കായ പല നന്മകളും, നിന്നെ ചിലത് ചതിച്ച ചതിവ്, നിന്റെ പ്രോപ്പർട്ടിയെ കുരുക്ക് എന്നും നിന്നെ ദരിദ്രനാക്കി ഈ മണ്ണിൽ ബന്ധിച്ചിട്ടെങ്കിൽ നിങ്ങളെന്നെ ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയോ, ഞാനൊക്കെ സുവിശേഷത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് ഭയങ്കര ഫൈനാൻഷ്യൽ പ്രോബ്ലം.
പണ്ടേ കടവാ, അതായിട്ടാ കർത്താവിൻ്റെ അടുക്ക വന്നേ. പിന്നിങ്ങനെ കടം വസ്തു വിറ്റിട്ടും കടം കയറുക. നിങ്ങൾക്കറിയാം, ഇതുപോലുള്ള 100 കണക്കിന് മീറ്റിങ്ങിന് നിങ്ങൾ പോയിരിക്കുന്ന പോലെ പോയിരുന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? കർത്താവേ, എൻ്റെ ഫൈനാൻസിന് മേൽ കിടക്കുന്ന ബ്ലോക്ക് പൊട്ടണേ. അങ്ങനൊരു മീറ്റിങ്ങിൽ യേശു ഇറങ്ങി എന്നെ തൊട്ടു. അന്നെൻ്റെ മുഴുവൻ പ്രശ്നം ഒരുപോലെ. എനിക്ക് ദൈവാത്മാവ് ഒരു ബോധ്യം തരിക. ഇന്ന് ഈ രോഗം തീരുന്നതിന് മുമ്പ് ചിലരെ ദൈവം തൊടാൻ പോവുക. ചില കുടുംബങ്ങളെ എനിക്കെന്തോ വലിയ ആത്മീക ദൂതുകൾ ഇതിനകത്ത് ഒഴുകി ഇറങ്ങാൻ പോവുക. ശബല ബല 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 ബല. ഓ യേശുവിൻ്റെ നാമത്തില് ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് എന്നും നീ ദരിദ്രനായി കിടക്കണം, എന്നും നീ കടം വാങ്ങിച്ച് ജീവിക്കണം, എന്നും നീ ശൂന്യാവസ്ഥയിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരുടെ മനസ്സിന്റെ ആലോചന വരെ ദൈവം ഇന്ന് കലക്കിക്കളെ. എന്നെ ശ്രദ്ധിക്കണം. ഞാൻ ചില അനുഭവങ്ങൾ പറയുന്നത് നിങ്ങളുടെ അവസ്ഥ കർത്താവ് കാണുന്നുണ്ട്. എനിക്കിവിടെ വിരലിൽ ചൂണ്ടാൻ ചില വ്യക്തികളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ വിരലിൽ ചൂണ്ടാൻ ചില വ്യക്തികളുണ്ട്. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുവാണ്, വർഷങ്ങളായി നിനക്ക് ഒരു നന്മ വരാൻ അനുവദിക്കാത്ത ഏതോ ഒരു ബ്ലോക്ക് എന്നോട് ദൈവം ഇന്ന് ആ ബ്ലോക്കിനെ ദൈവം തൊടും. അതിൻ്റെ ആയുസ് ഇന്നൂടെ ഉള്ളൂ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ ജീസസ് ആ കരങ്ങളൊന്ന് ചേർത്തടിച്ച് ആ ബ്ലോക്ക് ഒന്ന് അഴിയട്ടെ. അന്യഭാഷകളിൽ കണ്ണുകളെ അടച്ച് അന്യഭാഷകളിൽ യെസ് യെസ് 1-2 മിനിറ്റ്. നിനക്കറിയാം, അഴിയാത്ത ഏതോ കെട്ട്, അഴിയാത്ത ഏതോ ബന്ധനം എവിടോ കിടപ്പുണ്ട്. അത് അഴിയാൻ സമ്മതിക്കുകയല്ലോ. പക്ഷെ ദൈവം അനുവാദം തന്നു. ഇന്നത് അഴിഞ്ഞ് ഒരു ചോദ്യം. നിങ്ങൾ മുമ്പൊരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത പോലെ ഇന്ന് പ്രാർത്ഥിക്കണം. ഒരു സഭയ്ക്ക് കുറച്ച് വിശ്വാസികൾ പോരാ, ആത്മീയ അഭ്യസനം തികഞ്ഞ ചിലർ വേണം. ഒരാമയും വരുന്നില്ല. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ചില കാലപ്പഴക്കം ചെന്ന വിഷയത്തിലോട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് വിരൽ ചൂണ്ടും. വിശ്വാസമുള്ളവരെ സ്തോത്രം ചെയ്യാവൂ. നിന്റെ കുടുംബത്തിലേക്ക് നന്മ വിടത്തില്ലെന്ന് പറഞ്ഞ് ആ തടസ്സം, നീ താമസിച്ച് അതേ വീട്ടിലാണ് ഇനിയും താമസിക്കാൻ പോകുന്നേ. നീ ആരാധിച്ച് അതേ സ്ഥലത്താണ് നീ ആരാധിക്കാൻ പോകുന്നേ. ഒരു ഭയങ്കര വ്യത്യാസം. ചിലരുടെ മനസ്സ് ഡിസ്റ്റർബ് ആകുന്നുണ്ട്. കോൺസെൻട്രേഷൻ ചെയ്യ. പിശാചിന്റെ പ്രവൃത്തി പൊട്ടുക. എനിക്ക് ആത്മാവി കാണാം, കൈവിട്ടുപോയ പല നന്മകളും ഇന്ന് മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 16-ാം വാക്യം.
14 മുതൽ വായിക്കാം. തന്റെ സഹോദരനെ ബെത്തനാക്കി കൊണ്ടുപോയെന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. രാത്രിയിൽ അവനും അവന്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗമായി പിരിഞ്ഞെന്ന് അവരെ തോൽപ്പിച്ച് ദമ്മശേക്കിന്റെ ആരെ തോൽപ്പിച്ചു? നന്മയെ അപഹരിച്ചവനെ തോൽപ്പിച്ചു. ഒരു ദൂത് പറയാം, നിന്റെ എതിരാളി തോക്കാൻ പോവാ, നിന്റെ ശത്രു തോക്കാൻ പോവാ. നിന്റെ അനുവാദമില്ലാതെ നിന്റെ കുടുംബത്തിൽ കയറി പ്രവർത്തിച്ചവൻ തോറ്റം. തോക്കും. നിന്റെ അനുവാദമില്ലാതെ നിന്റെ പ്രോപ്പർട്ടി കയറി കളിച്ചവൻ തോക്കും. നിനക്ക് ചിലരെ അറിയാം, നിനക്ക് ചില കുടുംബങ്ങളെ അറിയാം. ദൈവം പറയാ, എഴുതിയിട്ടോ, അവര് തോക്കും. ഇവിടെ ചിലരുടെ കൈകളെ ദൈവം യുദ്ധം അഭ്യസിപ്പിക്കുക. മോനെ, നീ ഒന്ന് കൈ പൊക്കിക്കേ. നിന്റെ അടുക്കൽ യേശു വന്നു നിൽക്കുന്നു. നിന്നോട് ഞാൻ പ്രവചിച്ചു പറയുക, നിന്റെ കുടുംബത്തിൻ്റെ ചരിത്രം തിരുത്താൻ നിന്നെ കണ്ടേക്കുക. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ട് കുതിക്കാൻ കഴിയാത്ത പോലെ നിന്നെ പുറകോട്ട് വലിക്കുന്ന കറുത്ത കരങ്ങൾ ഇന്ന് മുറിവേറ്റ് പുറകോട്ട് മാറും. യെസ്, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ആര് തോറ്റു? നന്മ അപഹരിച്ചവൻ. തോറ്റതല്ല, തോപ്പിച്ചു. ആര് തോപ്പിച്ചു? അബ്രഹാമിന്റെ വീട്ടിൽ ജനിച്ചു വളർന്ന 318 അഭ്യാസികൾ. സഭയ്ക്കകത്ത് സാത്താന്യ മണ്ഡലങ്ങളെ തകർക്കുന്ന പ്രാർത്ഥനയുടെ ചാവേർപ്പട ഉണ്ടാകണം. Glory to God. Glory to God. Glory to God. സഭ കൈയടിച്ച് പിരിയുന്നതല്ല, സഭ പാട്ടുപാടി പിരിയുന്നതല്ല. ഇതിനകത്ത് തീയുടെ ശുശ്രൂഷ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. ചില സമയത്തിനുള്ളിൽ ഞാൻ വാക്കുകളെ ചുരുക്കാം. വാക്യം 15, ഉൽപ്പത്തി 14:15. രാത്രിയിൽ അവനും അവന്റെ ദാസന്മാരും അവരുടെ നേരെ ഭാഗമായി പിരിഞ്ഞെന്ന് അവരെ തോൽപ്പിച്ചു ദമ്മശേക്കിന്റെ ഇടതു ഭാഗത്തുള്ള ഹോബ വരെ അവരെ പിന്തുടർന്നു. അവൻ സമ്പത്തൊക്കെയും മടക്കി കൊണ്ടുവന്നു. തന്റെ സഹോദരനായ ലോത്തിനെയും എടുത്തോണ്ട് പോയോ അത് തിരിച്ചു കൊണ്ടുവന്നു. എന്ത് എടുത്തോണ്ട് പോയോ അത് തിരിച്ചു കൊണ്ടുവന്നു. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഒരു ചില പ്രഭാതം നീ അത്ഭുതത്തോടെ കാണാൻ പോവാ. അപകരിച്ച പല അനുഗ്രഹങ്ങളും, ശത്രു കൊണ്ട് ലോക്കി ചെയ്ത പല നന്മകളും നിന്റെ അധ്വാന ഫലം സീറോയാക്കി, വരുമാന സ്രോതസ്സുകളെ ബ്രേക്ക് ചെയ്തു. ദൈവം പറയാ, ഇന്ന് അത് ആ ബ്ലോക്ക് പൊട്ടണം. ശൗമേന്റെ 1-ാം പുസ്തകം 30-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. അമാലേക്കർ അപഹരിച്ചു കൊണ്ടുപോയിരുന്നൊക്കെ ദാവീദ് വീണ്ടുകൊണ്ടു.
തന്റെ 2 ഭാര്യമാരെയും ദാവീദ് ഉദ്ധരിച്ചു. അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ദാവീദ് എല്ലാം മടക്കി കൊണ്ടുപോയി. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ചെറുതോ വലുതോ ഒന്നും തിരിച്ചു കിട്ടാതിരിക്കത്തില്ല. ഒരാമയും വരുന്നില്ല. ഇവിടെ ദാവീദ് 30-ാം അധ്യായം 1-ാം വാക്യം. ദാവീദും അവന്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിലെത്തിയപ്പോൾ അമാലിയേക്ക് തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ചു സിക്ലാഗിനെ ജയിച്ചു. അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. മതി. ദാവീദ് തിരിച്ചു വന്നപ്പോൾ സിക്ലാഗില് ആ ദേശം തൂത്തു പറക്കി ശത്രു കൊണ്ടുപോയി. അവിടെ തീ വിട്ട് കളഞ്ഞു. ജനം കരയാൻ ബലമില്ലാത്ത പോലെ കരഞ്ഞു. ദാവീദ് പറഞ്ഞു, ഏഫോദ് കൊണ്ടുവാ. ആരോടാ പറഞ്ഞു? അബ്യാഥാർ പുരോഹിതനോട് പറഞ്ഞു, ഏഫോദ് കൊണ്ടുവാ. എന്തിനാ? ദൈവത്തോട് ചോദിക്കാനാ. ദാവീദ് അഹിമേലെക്കിന്റെ മകനായ അബ്യാഥാർ പുരോഹിതനോട് ഏഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അബ്യാഥാർ ഏഫോദ് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. പ്രാർത്ഥിക്കാൻ കേറാനാ. എന്നാറെ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണം. നഷ്ടം സഹിക്കണോ? ഈ പരീക്ഷയെ പിന്തുടരണോ? അവരെ എത്തിപ്പിടിക്കുമോ? ഞാൻ നഷ്ടം സഹിക്കണോ? ഈ പരീക്ഷയെ എത്തിപ്പിടിക്കണോ? അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരുക. ദൈവം പറഞ്ഞു, പിന്തുടരുക. നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും. ദൈവ സിഗ്നൽ തരുക. സ്റ്റെപ്പ് എടുക്ക. നഷ്ടത്തിനെതിരെ ശബ്ദിക്ക. ഞാൻ ഈ മെസ്സേജ് എടുക്കുമ്പോൾ ആത്മീക കാഴ്ച കാണുക. നിന്നെ ദാരിദ്ര്യനാക്കി കറിവിലെ കറിവേപ്പില പോലെ, ചവച്ചു തുപ്പുന്ന കരിമ്പിൻ ചണ്ടി പോലെ ഒന്നിനും കൊള്ളാത്തവളായി ഈ ട്രിവാൻഡ്രത്തിന്റെ മണ്ണിൽ വലിച്ചെറിഞ്ഞെങ്കിൽ ആത്മാവ് പറയുക, നിനക്കൊരു നിയോഗം. അപഹരിച്ചത് തിരിച്ചു പിടിക്കാൻ. നിന്റെ കുഞ്ഞിനെ നോക്കി നീ പറയണം, അവന്റെ വിദ്യാഭ്യാസം മടങ്ങി വരട്ടെ. നിന്റെ മകനെ നോക്കി പറയണം, അവരുടെ കുടുംബജീവിതം മടങ്ങി വരട്ടെ. ജീസസ്, നിന്റെ വീടിനെ നോക്കി പറയണം, എന്റെ വീട്ടിൽ നന്മ തിരിച്ചു വരട്ടെ. എന്തൊക്കെയോ ദൈവാത്മാവ് ദൂതും. യെസ്, ഞാനൊരാറ്റിൽ സ്നാനപ്പെടുത്താൻ ചെന്നു. ആ സ്നാനപ്പെടുത്താൻ ചെന്ന ആറിന്റെ പേര് വെട്ടിയാറെന്ന. എന്തുവാ? ഞാൻ സ്നാനപ്പെടുത്തി കയറിയപ്പോ ആറിന്റെ കരയിലുള്ള ഒരാൾ ചോദിച്ചു, ഈ ആറിന്റെ ചരിത്രം അറിയാ? ഇല്ല. ഇതിലെ ആറില്ലായിരുന്നു. ഇവിടുത്തെ പ്രജകളെല്ലാം കൂടെ ചെന്ന് രാജാവിനെ മുഖം കാണിച്ചു ചെന്ന്, രാജാവേ, വെള്ളമില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ കൃഷി നടക്കുന്നില്ല, ആയതിനാൽ ഞങ്ങൾക്ക് വെള്ളം തരണേന്ന് പറഞ്ഞപ്പം അന്ന് ജലസേചന പദ്ധതി ഒന്നും ഇല്ലാത്തതുകൊണ്ട് രാജാവ് ഒരു ആജ്ഞയിട്ടു, ഇവരുടെ ദേശത്തൂടെ ഒരു നദി വെട്ടിയുണ്ടാക്കാൻ പറഞ്ഞു. ഗ്ലോറി ടു ഗോഡ്. ഞാൻ ഇപ്പോൾ ഈ ദൂത് നിങ്ങളോട് പറയുക, നിന്റെ റൂട്ടിൽ കൂടി ഇതില്ലാത്തതാ, പക്ഷെ ഇന്ന് ആ റൂട്ടിൽ കൂടെ ചിലത് വെട്ടിയുണ്ടാക്കാൻ ഗ്ലോറി ഗ്ലോറി.
ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ഇതുവരെ ഒഴുകാത്ത ചില ഒഴുക്ക് നിന്റെ വീട്ടിൽ വെട്ടിയുണ്ടാക്കാൻ പോവാ. സ്തോത്രം, സ്തോത്രം. എസെക്കിയേൽ പറയുക, ദേ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ഒരു നദി ഒഴുകുന്നു. ആ നദിയുടെ വിശേഷത പറ, ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും ബാക്കി പറ ചലിക്കുന്ന നിന്റെ വീട്ടിൽ എന്തോ ചലനം നടക്കാൻ പോവാ. ഇതുവരെ ഒഴുകാത്ത ചിലത് വെട്ടിയുണ്ടാക്കാൻ പോവാ ദൈവം.